ഒരു സൺഡേ ആയിക്കൊണ്ട് പള്ളിക്കകത്ത് നല്ല അടിപൊളി പാട്ടുകുർബാന നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഈ നിരന്നിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയില്ലേ? അത് ഈ മുതലാണ്. സമയം കഴിയുന്നവരും ഇതിലെ എണ്ണം കൂടുന്നതും എന്റെ കുടുംബക്കാർ തന്നെയാണ്. 2 വീലർ ഒഴിച്ച് വേറെ ഏത് വണ്ടിക്ക് പോയാലും ഞങ്ങളുടെ കൂടെ വരണമെന്ന് വാശി പിടിക്കുന്ന ഇവനെ കൂട്ടിയിടാനൊന്നും മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇവരിൽ ആര് പള്ളിയിൽ കയറിയാലും അവനും കൂടെ കയറി. കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങളിന്ന് പള്ളിമുറ്റത്തിരുന്ന് കുർബാന അങ്ങ് കൂടി. വന്നു കഴിഞ്ഞ സമയം കിട്ടിയപ്പം അവന് നല്ലൊരു നീം ബാത്ത് അങ്ങോട്ട് കൊടുത്തു. എല്ലാ തവണയും വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഇത്തവണത്തെ പോക്ക് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിലും പോക്ക് 1 ഡേ ബിഫോർ ആയിപ്പോയി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജോലി കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയത്തൊക്കെ ഓരോന്ന് മേടിക്കാൻ പോക്കലും സ്റ്റിച്ചിങ് കൊടുക്കലും ഒക്കെ ആയിട്ട് ഒരു കല്യാണത്തിനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ. നാളെ വീട്ടിലേക്ക് പോകണമെന്നുള്ള സന്തോഷത്തില് വെള്ളിയാഴ്ച പതിവുപോലെ ജോലിക്ക് പോയി. ഞാനും എന്റെ അപ്പനും തമ്മിൽ ഡയറക്റ്റുള്ള സംസാരം ഒഴിച്ചു കഴിഞ്ഞാൽ ഫോണിലുള്ള കോൺവെർസേഷൻ വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോള് പരസ്പരം വരുമ്പോൾ എന്നാ അച്ഛൻ എന്നുള്ള ചോദ്യം എനിക്കും എന്നാ മോനെ എന്നുള്ള ചോദ്യം അച്ഛയ്ക്കും ഒരു ഞെട്ടലുള്ളത് തന്നെയാണ്. ഇത്തവണത്തെ എന്റെ ആ ചോദ്യത്തിന് അച്ഛയുടെ മറുപടി പതിവിലും ഞെട്ടിക്കുന്നതായിരുന്നു. മോനെ കണ്ണുമലെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ എടാ മരിച്ചു. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത അച്ഛ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്തോണ്ടായിരിക്കണം പിന്നീടുള്ള എന്റെ ചോദ്യത്തിനൊന്നും അച്ഛയുടെ സൈഡിൽ നിന്നൊരു മറുപടി ഉണ്ടായിരുന്നില്ല. മക്കൾ രണ്ടുപേരും പെട്ടെന്ന് ഇനി വായോ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരപ്പനും 3 ആമക്കളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ജനിച്ചു വളർന്നുകൊണ്ടാവണം ഞാൻ എന്റെ അപ്പൻ അനിയന്മാരെ രണ്ടുപേരെയും എടാ എന്നാണ് വിളിക്കാറ്. എനിക്ക് ശേഷം കുടുംബത്തിൽ പിറന്ന എല്ലാ പിള്ളേരും ആ വിളി അങ്ങോട്ട് പതിവാണ്. വളർന്ന ശേഷം ആ വിളി റെസ്പെക്ട് ഇല്ലായ്മയാണ്. അപ്പന്റെ അനിയന്മാരെ അപ്പാപ്പന്മാരെന്ന് വിളിക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോ വേണ്ട, എന്റെ പിള്ളേർ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ മറുപടി. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരാൾ ഞങ്ങളെ വിട്ടുപോയി. ഇപ്പതാ മറ്റേ എടായി. പണ്ട് അച്ചായനും അച്ഛയും എടായും കൂടെ ഒക്കെ ഒന്നിച്ചുള്ളപ്പോ 3 ആണുങ്ങളുള്ള വീട്ടില് കള്ളന്മാര് പോലും കേറില്ലാമേ എന്ന് ഞാൻ പറയുമായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ആ 3 2ആയി. ഇപ്പതാ 1. ഇപ്പൊ എന്റെ വീട്ടില് എടായുടെ ആ മുറി ഒരു ശൂന്യതയാണ്. പക്ഷെ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ?